ഹലോ ഗായ്സ്, എൽ ബി എസിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റീപബ്ലിഷ് ചെയ്തു. നിങ്ങൾ ഇതിന് മുമ്പ് ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റോ അല്ലെങ്കിൽ പുതുതായി INC അപ്രൂവൽ ലഭിച്ച കോളേജസ് ആഡ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വീണ്ടും ചെയ്യണം. കാരണം നിങ്ങളിപ്പോൾ മുമ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ ക്യാൻസലായി പോയിട്ടുണ്ട്. അഥവാ അതൊക്കെ ഇപ്പോൾ ആ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് നിങ്ങളത് ഒന്നുകൂടി ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ പുതുതായി INC അപ്രൂവൽ ലഭിച്ച 5 കോളേജസിൽ ഏതെങ്കിലും ആഡ് ചെയ്യണമെങ്കിലോ നിങ്ങൾ ഇപ്പോൾ സൈറ്റിൽ കയറിയിട്ട് ഒന്നുകൂടെ ചെയ്യണം. അതിന് ടൈമുള്ളത് നാളെ 10/9/2024 5 മണി വരെയാണ്. നിങ്ങൾ അതിന് മുമ്പ് ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ മറക്കരുത്. കാരണം നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യാതിരിക്കരുത്. കാരണം അതൊക്കെ ഇപ്പോൾ സൈറ്റിലില്ല, സൈറ്റിൽ നിന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഒന്നുകൂടെ അതൊക്കെ ചെയ്യണം. പിന്നെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇത്രയും ദിവസവും തേർഡ് അലോട്ട്മെൻറ്റ് വൈകിയതിന് കാരണം കുറച്ച് കോളേജസിലെ സീറ്റിൻ്റെ എണ്ണത്തിൽ വന്ന വ്യത്യാസമായിരുന്നു. അപ്പോൾ ഇന്ന് ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് അത് ഏത് കോളേജസൊക്കെയാണ്, അതുപോലെ തന്നെ എത്ര സീറ്റാണ് അവിടെ വ്യത്യാസം വന്നത് എന്നൊക്കെയാണ്. ആദ്യം അൽഷിഫ നഴ്സിംഗ് കോളേജിൽ പെരിന്തൽമണ്ണയിൽ INC അപ്രൂവൽ ലഭിച്ചത് 75 സീറ്റിനായിരുന്നു. പക്ഷേ അവിടെ അലോട്ട്മെൻറ്റ് നടന്നത് 100 സീറ്റിനാണ്. അതുപോലെ തന്നെ വിജയ കോളേജ് ഓഫ് നേഴ്സ് കൊട്ടാരക്കരയിൽ INC അപ്രൂവൽ ലഭിച്ചത് 70 സീറ്റിനായിരുന്നു. പക്ഷേ അവിടെ അലോട്ട്മെൻറ്റ് നടന്നത് 90 സീറ്റായിരുന്നു. മൂന്നാമത്തെ കോളേജായ മലങ്കര ഓർത്തഡോക്സ് സിറിയൻ നഴ്സിംഗ് കോളേജ് കോളഞ്ചേരിയിൽ INC അപ്രൂവൽ ലഭിച്ചത് 70 സീറ്റിനായിരുന്നു. പക്ഷേ അവിടെ അലോട്ട്മെൻറ്റ് നടന്നത് 85 സീറ്റിലോട്ടാണ്. ഇപ്പോൾ തെറ്റുകളൊക്കെ തിരുത്തി അൽഷിഫ നഴ്സിംഗ് കോളേജിൽ INC അപ്രൂവൽ ലഭിച്ച 75 സീറ്റായിരുന്നു. അത് 100 മാറ്റിയാണ് ഇപ്പോൾ കറക്റ്റ് 75 ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മലങ്കര ഓർത്തഡോക്സ് സിറിയൻ നഴ്സിംഗ് കോളേജ് കോളഞ്ചേരിയിലുള്ളത് 70 ആക്കിയിട്ടുണ്ട്. 90 നിന്ന് 70 ആക്കിയിട്ടുണ്ട്. വിജയ കോളേജ് ഓഫ് നഴ്സിംഗ് കൊട്ടാരക്കരയിലുള്ളതും 70 ആക്കിയിട്ടുണ്ട്. ഈ 3 കോളേജിലും സീറ്റിലെ എണ്ണത്തിൽ വന്ന വ്യത്യാസം കൊണ്ടാണ് തേർഡ് അലോട്ട്മെൻറ്റ് ഇത്രയും വൈകിയതും അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റീപബ്ലിഷ് ചെയ്യേണ്ടി വന്നതും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അതിൽ കയറി മെസ്സേജ് അയച്ചാൽ മതി. ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാനലിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ആവശ്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയും LBS നിന്നുള്ള പുതിയ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്